ഹായ് ഓൾ, എല്ലാവർക്കും ആലിയാസ് ലിറ്റിൽ ജോയ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കോളിഫ്ലവർ മഞ്ചൂരിയൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം ഒരു മീഡിയം സൈസ് കോളിഫ്ലവർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ ഇതളുകളായിട്ട് കട്ട് ചെയ്ത് വെക്കുക. ഇനി ഒരു പാത്രത്തിൽ 3-4 കപ്പ് വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഫ്ലോററ്റ്സും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യുക. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ബോയിൽ ചെയ്താൽ മതിയാവും. കോളിഫ്ലവറൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ബോയിൽ ചെയ്യുക. ഇനി വെള്ളം ഒരു അരിപ്പയിലൂടെ ഊറ്റി കോളിഫ്ലവർ മാറ്റി വെക്കണം. ഇനി നമുക്ക് കോളിഫ്ലവർ ഡീപ്പ് ഫ്രൈ ചെയ്യാനുള്ള ബാറ്റർ തയ്യാറാക്കാം. ഇതിനായി ഒരു ബൗളെടുത്ത് അതിലേക്ക് 1/2 കപ്പ് മൈദ ചേർക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലോറും കൂടി ചേർക്കണം. 1/4 കപ്പ് കോൺഫ്ലോർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിതിൽ കളറൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് കളർ കിട്ടും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. റെസ്റ്റോറൻറ്റിലൊക്കെ ആണെങ്കിൽ കളർ ചേർക്കും അവർ. നമ്മളിപ്പോൾ വീട്ടിൽ ചെയ്യുന്നത് കൊണ്ട് അതൊക്കെ അവോയ്ഡ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ആദ്യം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല കട്ടിയായിട്ട് വേണം ബാറ്റർ തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഒത്തിരി കട്ടിയാവുകയാണെങ്കിൽ മാത്രം കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഏകദേശം 1 കപ്പോളം വെള്ളം ഒഴിച്ചു. അപ്പോൾ നന്നായിട്ട് ബാറ്റർ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോളിഫ്ലവറൊക്കെ നന്നായിട്ട് കോട്ട് ചെയ്ത് ഇരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കട്ടിയുള്ള കൺസിസ്റ്റൻസി തന്നെ ബാറ്റർ തയ്യാറാക്കുക. ഇനി നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. ഈ കോളിഫ്ലവറൊക്കെ നന്നായിട്ട് ഈ ബാറ്ററിൽ മുങ്ങിയിരിക്കണം. ബാറ്റർ കുറച്ച് ലൂസാവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ മൈദയും കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മൈദയും കോൺഫ്ലവറും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് വേണമെങ്കിൽ ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം, അല്ലെങ്കിൽ അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ഒഴിക്കാം. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ടും അതുപോലെ നമ്മൾ സോസൊക്കെ ചേർക്കുന്നതുകൊണ്ടും ഇതിൽ സൺഫ്ലവറോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ കോളിഫ്ലവർ ഫ്ലോററ്റ്സ് ഓരോന്നായിട്ട് എണ്ണയിൽ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. അപ്പോൾ ഈ കോളിഫ്ലവർ വേകുന്നത് വരെ ഇത് ഇളക്കാൻ പാടില്ല. അപ്പോൾ അത് ബാറ്റർ തമ്മിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം മാത്രം ഇതൊന്ന് ഇളക്കി തിരിച്ചിട്ട് കൊടുക്കണം. നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം ഇത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഗോബി മഞ്ചൂരിയന് വേണ്ടിയിട്ടുള്ള സോസ് തയ്യാറാക്കണം. ഇതിലേക്കായി ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കണം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. 2-3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളി നന്നായിട്ട് ഫ്രൈ ആയി അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ സവോള ഒന്ന് വാടിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള സോസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഗോബി മഞ്ചൂരിയന് അതിൻ്റെ ടേസ്റ്റ് എടുക്കുന്നത് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്ന സോസാണ്. സോയ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, ഇത് 3ഉമാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർക്കാം.
അപ്പോൾ ഡാർക്ക് സോയ സോസ് ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇനി ലൈറ്റ് ആണെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഇനി ഈ ഗ്രേവി കുറുകി വരാനായിട്ട് നമുക്കിതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. ഇതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഇനി ഇത് അല്പാൽപമായിട്ട് ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കോൺഫ്ലവർ ചേർത്ത് കഴിയുമ്പോൾ ഗ്രേവി നന്നായിട്ട് കുറുകും. ആദ്യമൊക്കെ കുറച്ച് വെള്ളം പോലെ ഇരിക്കുമെങ്കിലും ഇത് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് കുറുകും. അതുപോലെ വെള്ളത്തിൻ്റെ അളവും നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കാം. ഇപ്പോൾ ഗ്രേവി കൂടുതൽ വേണം എന്നുള്ളവർക്ക് കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കാം. നല്ല ഡ്രൈ ആയിട്ടാണ് വേണ്ടതെങ്കിൽ അതനുസരിച്ചിട്ട് കുറച്ച് വെള്ളം ചേർക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ ആദ്യം കോളിഫ്ലവർ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ അതിലേക്ക് ഒത്തിരി ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉപ്പ് കുറച്ച് ചേർക്കും. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഫ്ലോററ്റ്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കോളിഫ്ലവർ ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് മാത്രം തിളപ്പിച്ചാൽ മതി. അതിനുശേഷം നമുക്കിതിലേക്ക് മല്ലിയിലയും കൂടി ചേർത്ത് വിളമ്പാം. സാധാരണ ഇതിൽ സ്പ്രിംഗ് ഓണിയൻ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കാറുണ്ട്. ഞാനിപ്പോൾ മല്ലിയിലയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത്